ഇത് ഇൻവെസ്റ്റ് കേരള സബ്മിറ്റിൽ ആർട്സൺ ഗ്രൂപ്പും അതോടൊപ്പം തന്നെ മലബാർ സിമന്റ്സും തമ്മിൽ MOU ഒപ്പുവയ്ക്കുന്നതാണ്. ഇനി അദ്ദേഹം ഹിന്ദു വായിക്കുമില്ലെങ്കിൽ അദ്ദേഹം എന്നും വായിക്കുന്ന മറ്റൊരു പത്രമുണ്ട്. ആ പത്രവും ഞാൻ പറയാം. മനോരമ ഓൺലൈൻ. മലബാർ സിമന്റ്സുമായി ചേർന്ന് ബോട്ട് നിർമ്മാണശാല സ്ഥാപിക്കാൻ ടാറ്റ ഗ്രൂപ്പ് പദ്ധതി കൊച്ചി തുറമുഖത്ത് ഫെബ്രുവരി 25. ഇങ്ങനെ എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തൊരു കാര്യം. ഇത് കൊടുക്കുമ്പോഴെങ്കിലും അല്പ സത്യസന്ധത കാണിക്കണ്ടേ? കഴിഞ്ഞ ഗവൺമെന്റ് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്, അത് ഞങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും, ഞങ്ങളും അവരും നമ്മളും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോയി നമുക്ക് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നല്ലേ ഒരു മുഖ്യമന്ത്രി പറയേണ്ടത്? അതിന് പകരം എട്ടുകാലി മമ്മൂഞ്ഞായിട്ട് മാറേണ്ടതുണ്ടോ? ഈ 2 മാസം കൊണ്ടാണ് ഇത് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. പോർട്ട് ട്രസ്റ്റിന്റെ ഭൂമി ഇപ്പൊ ലഭ്യമാക്കിയിട്ടുണ്ട്. ഏതാ പോർട്ട് ട്രസ്റ്റിന്റെ ഭൂമി? ഇത് 10 വർഷത്തിന് മുമ്പ് മലബാർ സിമന്റ്സ് അവിടെ ക്ലിങ്കർ കൊണ്ട് പൊടിക്കാനായിട്ട് ഒരു പദ്ധതിയുടെ ഭാഗമായി ലാൻഡ് ലീസിനെടുത്തിരുന്നു. എന്നാൽ ആ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി എല്ലാം നെഗറ്റീവ് ആയതുകൊണ്ട് ആ ലാൻഡ് ഉപയോഗിക്കാൻ പറ്റിയിരുന്നില്ല. എല്ലാ വർഷവും നമ്മൾ ലീസ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉപയോഗിക്കാത്ത ഭൂമി അവരുടെ ജോയിന്റ് വെഞ്ചറായിട്ട് പ്രൊഡക്റ്റീവായി ഉപയോഗിക്കുമ്പോൾ പദ്ധതിയുടെ ഭാഗമായി അവരൊരു പ്രൊജക്ട് മുന്നോട്ട് വെച്ചു. ആ പ്രൊജക്റ്റിൽ ആർട്സൺ ഗ്രൂപ്പ് അവർ ടാറ്റയുടെ സബ്സിഡറിയാണ്, അവർ താല്പര്യം പ്രകടിപ്പിച്ചു. ഇത് അദ്ദേഹം മനസ്സിലാക്കേണ്ടത് അവർ മാത്രമല്ല, ECH എന്ന് പറയുന്ന മറ്റൊരു കമ്പനി, ടാറ്റയുടെ ആർട്സൺ ഗ്രൂപ്പ് ചെറിയൊരു സബ്സിഡറിയാണ് അവരുടെ. അപ്പൊ ഞങ്ങൾ തന്നെ അന്ന് കണ്ടത് അവർ കൂടി വരുമ്പോൾ ടാറ്റയുടെ പ്രസൻസ് കൂടി കേരളത്തിൽ വരട്ടെ കൂടുതലായിട്ട്. അവരും ECHും ചേർന്നിട്ടാണ് 500 കോടി ഇൻവെസ്റ്റ് ചെയ്യാമെന്നതാണ് ദീർഘകാലത്തേക്ക് MOU ഒപ്പുവെച്ചിരിക്കുന്നത്. അതിന്റെ ആദ്യഘട്ടമായിട്ട് 58 കോടി നമ്മൾ മലബാർ സിമന്റ്സ് അവിടെ ലാൻഡിന് വേണ്ടി വർഷങ്ങൾക്ക് മുടക്കിയിട്ടുണ്ട്. ആ ഭൂമിയുടെ വില മലബാർ സിമന്റ്സിന്റെ ഷെയർ വാല്യൂ ആയും ECHന് പണം മുടക്കും. ടാറ്റയുടെ ആർട്സൺ ഗ്രൂപ്പ് അവർ ടെക്നോളജി പ്രൊവൈഡർ ആയിരിക്കും. അങ്ങനെ ജോയിന്റ് വെഞ്ചറിന്റെ ഭാഗമായി MOU ഒപ്പുവെച്ചു. ഫെബ്രുവരി 2026 ഫെബ്രുവരിയിൽ ഗവൺമെന്റ് മലബാർ സിമന്റ്സിന് അതുമായി മുന്നോട്ട് പോകാൻ അനുമതി നൽകി. ഇപ്പൊ ലാൻഡ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ 2 മാസത്തെ അനുമതി അല്ലത്. അദ്ദേഹം അല്പമെങ്കിലും സത്യസന്ധതയെങ്കിലും കാണിക്കണ്ടേ? ഇനി വരാൻ പോകുമ്പോൾ എന്താ? ഇപ്പൊ ടാറ്റയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞപ്പോ യഥാർത്ഥത്തിൽ ക്രെഡിബിലിറ്റി പോകുന്നത് കേരളത്തിന്റെയാണ്. ടാറ്റയെ ഞാൻ മനസ്സിലാക്കിയത് ലോകത്തിന് തന്നെ വിളികൾ വന്നു. പിന്നെ ബുദ്ധിജീവി ആയില്ലെങ്കിലും അത്യാവശ്യം ബുദ്ധി മുഖ്യമന്ത്രിക്ക് ഉണ്ടാകും നല്ലതാണ്. ഇത്തരം കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം? അതിലൊന്ന്, ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് വന്നാലും എടുത്തു ചാടി പറയാൻ പാടില്ല. കാരണം എല്ലാ സ്റ്റേറ്റും പുറകെ നിൽക്കുന്ന കാലാണ്. അപ്പൊ അദ്ദേഹം ഫിക്ഷൻ വായിക്കുന്ന ഒരാളായതുകൊണ്ട് ഭാവനയിൽ കാണുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമെന്ന മട്ടിൽ കൂടി അവതരിപ്പിച്ചാൽ കേരളത്തിന്റെ സാധ്യത പോകും. അപ്പൊ അതിൽ ഒന്നുകൂടി കാണേണ്ടത്, ഇനി കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഭാവന വിടരാൻ ഇടയുള്ള ഒരു ഭാഗം കൂടി ഞാൻ പറയാം. 2025 ജൂലൈയിൽ കൊച്ചിൻ ഷിപ്പ്യാർഡും ദക്ഷിണ കൊറിയൻ കമ്പനിയായ ഹുണ്ടായും തമ്മിൽ ഒരു MOU ഒപ്പുവെച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പത്രസമ്മേളനത്തിലേക്ക് പെട്ടെന്ന് ഓർമ്മ ഒന്നും വരില്ല. അവർ ഒപ്പുവെച്ചത് 2025 സെപ്റ്റംബറിൽ ഡൽഹിയിൽ വെച്ച് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. 3700 കോടി രൂപയ്ക്ക് ഇവിടെ കൊച്ചിയിൽ പുതിയ ഒരു സംവിധാനം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഷിപ്പ്യാർഡും MOU ഒപ്പുവെച്ചിരിക്കുന്നത് ഹുണ്ടായുമായിട്ട്. അതിന്റെ ഭാഗമായി സ്റ്റേറ്റ് കുറച്ച് ലാൻഡിന്റെ ക്ലിയറൻസ് നടത്താനുണ്ട്. അതിന് ഞങ്ങളുടെ സമയത്ത് പ്രത്യേകമായ സംവിധാനം ഒരുക്കി അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി നാളെ ഉടൻ തന്നെ ഹുണ്ടായി ആയിട്ട് ഞാനിത് സമുദ്രയുടെ ഭാഗമായി കൊണ്ടുവന്നു എന്ന് പ്രഖ്യാപിക്കും എന്നതുകൊണ്ടാണ് ഞാനിത് കൃത്യമായിട്ട് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിന് അവമതിപ്പുണ്ടാക്കാൻ ഇടയാക്കിയ ഒരു ഗൗരവമായ പ്രശ്നമായി നമ്മൾ എല്ലാവരും കാണേണ്ടതുണ്ട്.